എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തീപ്പെട്ടിക്കൊള്ളി വെച്ചിട്ടുള്ള നല്ലൊരു സിമ്പിളായിട്ടുള്ള ബോട്ടിൽ ആർട്ടുമായിട്ടാണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ബോട്ടിൽ ആർട്ടാണ് എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് നമ്മൾ അധികം ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല ഇന്നും ചെയ്യുന്നത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ തീപ്പെട്ടിക്ക് അത്ര അധികം വിലയൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഇതുപോലെ ഒരുപാട് തീപ്പെട്ടിക്കൊള്ളി നമ്മുടെ വീട്ടിലുണ്ടാവില്ല. എന്തായാലും ഇത് ചെയ്യണമെങ്കിൽ കുറച്ച് നമ്മൾ വാങ്ങിക്കേണ്ടി വരും. പക്ഷേ നിസ്സാര വിലയുള്ളതുകൊണ്ട് തന്നെ അത് ബുദ്ധിമുട്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു കൊച്ചു ഐഡിയയിലേക്ക് കടക്കാം. ഇപ്പോൾ ഞാൻ ഇതേ കുറച്ച് തീപ്പെട്ടിക്കൊള്ളികൾ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്രയ്ക്കൊന്നും വേണ്ട കേട്ടോ. ഇതിൻ്റെ ഒരു കാൽ ഭാഗം തന്നെ മതിയാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു എന്നേ ഉള്ളൂ. പിന്നെ ഒരു കുപ്പിയും വേണം. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ സ്മൂത്ത് ആയിട്ടുള്ള കുപ്പികളുണ്ടെങ്കിൽ അതായാലും മതി. അല്ലെങ്കിൽ ചില്ലിൻ്റെ കുപ്പി തന്നെ എടുക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായി കേട്ടോ. ആദ്യം നമുക്ക് ഈ കുപ്പീനൊന്ന് പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളർ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യുക. ഞാനിപ്പോൾ എന്നത്തെയും പോലെ തന്നെ എൻ്റെ ഫേവറേറ്റ് കളറായിട്ടുള്ള ബ്ലാക്ക് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. സ്പോഞ്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ ബ്രഷ് വെച്ചിട്ടോ നിങ്ങൾക്ക് ഏതാ സൗകര്യം എന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഉണക്കി എടുത്തിട്ട് കാണാം. അപ്പോൾ ഇത് ഞാൻ ഒരു കോട്ടേ കൊടുക്കുന്നുള്ളൂ. ഇത് ഡാർക്ക് കളറുള്ള കുപ്പി ആയതുകൊണ്ട് തന്നെ ഒരു കോട്ട് മതിയാവും. ഇനി അത് ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് പരിപാടിയുണ്ട്. ഇപ്പോൾ ഞാനത് ബ്ലാക്ക് അല്ലേ കളറ് നമ്മൾ കുപ്പിക്ക് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഒരു ബ്ലാക്ക് ചാർട്ട് പേപ്പർ എടുത്തിട്ട് അതിൽ നിന്ന് ഒരു ചെറിയ സ്ട്രിപ്പ് പോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ചാർട്ട് പേപ്പർ വേണമെന്നില്ല, കുറച്ചൊരു കനമുള്ള ഏതെങ്കിലും ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ഒരു നീളത്തിലൊരു സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ സ്ട്രിപ്പിൽ തീപ്പെട്ടിക്കൊള്ളികൾ ഒരു പ്രത്യേക രീതിക്ക് ഒട്ടിക്കണം. അപ്പോൾ ഒരു ഭംഗിയുള്ള ഒരു പാറ്റേൺ ഞാൻ എടുത്തുവെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഐഡിയ ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ ഹൈറ്റ് ഇങ്ങനെ കുറഞ്ഞ് വരുന്ന പോലെ സെൻറ്ററിലത്തെ കുറച്ച് ഹൈറ്റ് കൂടിയിട്ട് രണ്ട് സൈഡിലേക്കും ഒരേപോലെ ഇങ്ങനെ ഹൈറ്റ് കുറഞ്ഞ് വരുന്ന ആ രീതിക്ക് ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ഒട്ടിക്കുന്നത്. ആദ്യം ഞാൻ അത് എങ്ങനെയാണ് വെക്കേണ്ടതെന്നൊന്ന് വെച്ച് നോക്കിയതാണ്. ഇനി നമുക്ക് ഫെവിക്കോള് തേച്ചിട്ട് കറക്റ്റായിട്ട് ഒട്ടിക്കുക കേട്ടോ. അപ്പോൾ ആദ്യം ഫെവിക്കോള് തേച്ചിട്ട് ഒന്ന് ആ ഒരു സ്ട്രിപ്പിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു ബഡ്സോ അല്ലെങ്കിൽ വിരൽ വെച്ചിട്ടായാലും മതി. എന്നിട്ട് ഞാൻ നേരത്തെ വെച്ച് നോക്കിയില്ലേ അതേ രീതിക്ക് ഈ ഒരു തീപ്പെട്ടിക്കൊള്ളികൾ അറേഞ്ച് ചെയ്ത് വെക്കുക. അപ്പോൾ ഫെവിക്കോൾ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ അത് ഒട്ടിക്കോളും. അപ്പോൾ ഞാനിത് ഒരു പാറ്റേണിൽ ഇങ്ങനെ 7 എണ്ണമാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യത്തേനേക്കാളും കുറച്ച് ഹൈറ്റിൽ അടുത്തത് വെച്ചു, പിന്നെ അടുത്തത് വെച്ചു. കണ്ടില്ലേ, ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. ഈ ഒരു രീതിയിൽ ഇനി വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഒട്ടിച്ച് വെക്കുകയാണ് ഈ സ്ട്രിപ്പ് ഫുള്ളും കേട്ടോ. ദേ ഇപ്പോൾ ഞാൻ ഇതുപോലെയാണ് ഒട്ടിച്ചിട്ടുള്ളത്. കണ്ടില്ലേ, ഇപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അതുപോലെ മറ്റൊരു സ്ട്രിപ്പ് എടുത്തിട്ട് ഈ ഒരു പാറ്റേൺ തന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യുകയാണ് കേട്ടോ ഞാൻ. നമ്മൾ ഇതെല്ലാം ഒട്ടിച്ച് കഴിയുമ്പോൾ അതേ ഇതുപോലെയാണ് ഉള്ളത്. കണ്ടില്ലേ, അപ്പോൾ നമ്മൾ രണ്ട് രീതിയിൽ ഒട്ടിച്ചു. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ആ ഒരു തീപ്പെട്ടിയുടെ മരുന്ന് വരുന്ന ഭാഗത്തിന് ഞാനൊരു റെഡ് കളർ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് മൊത്തമായിട്ട് കളർ കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ ആ ഒരു തുമ്പത്ത് മാത്രം കളർ ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പോൾ നമ്മളിതേ രണ്ട് ഭാഗങ്ങളും ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്തിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പോൾ ദേ ഇതുപോലെയാണ് ഇതിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ബോട്ടിലും കൂടി എടുത്തിട്ട് വരാം. ഇനി വളരെ സിമ്പിളാണ്. ഇത് രണ്ട് സൈഡിലായിട്ട് ഞാനിത് ഒട്ടിക്കുകയാണ്. അപ്പോൾ ഫെവിക്കോൾ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഒട്ടിക്കുക താഴെയും, പിന്നെ അതുപോലെ ആ ഗ്യാപ്പ് ഇട്ടത് മുകളിലും കേട്ടോ. ഇങ്ങനെ ചുറ്റി നോക്കുക, എന്നിട്ട് ആവശ്യത്തിനുള്ള ലെങ്ത്ത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ആ സ്ട്രിപ്പ് എടുക്കുമ്പോൾ ആവശ്യത്തിനുള്ളത് ഒട്ടിച്ചാലും മതി കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ എടുത്തുകൊണ്ടാണ് എനിക്ക് കട്ട് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഫെവിക്കോളാണ് കൂടുതൽ നല്ലത്. ഞാനിപ്പോൾ പെട്ടെന്ന് ഒട്ടാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പിന്നെ തോന്നി കൂടുതൽ നല്ലത് ഫെവിക്കോളാണെന്ന് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഫെവിക്കോൾ എന്ന് പറഞ്ഞത്. ഇനി ഞാൻ ഇതിൻ്റെ അറ്റത്തായിട്ട് ഇതുപോലെ റെഡ് കളറിലുള്ള നൂലും കൂടെ ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ കണ്ടില്ലേ നമ്മുടെ സിമ്പിളായിട്ടുള്ള ബോട്ടിൽ ആർട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തീപ്പെട്ടിക്കോളികൾക്ക് ഫുള്ളായിട്ടും ഏതെങ്കിലും കളറൊക്കെ കൊടുക്കാം. പിന്നെ ലാസ്റ്റ് വാർണിഷ് ചെയ്ത് വെച്ചാൽ കൂടുതൽ നാൾ കേടാവാണ്ടിരുന്നോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൊച്ചു ഐഡിയയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ ഡെക്കറേഷൻസ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ഇതിന് താഴെയുള്ള ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. അപ്പോൾ ഞാൻ ഈ വീഡിയോസ് ഇടുമ്പോൾ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. പിന്നെ പ്രാർത്ഥനാസ് വേൾഡ് ടൈം കിട്ടുമ്പോൾ എല്ലാവരും കണ്ടു നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഞാനിപ്പോൾ അതേ പുതിയത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മറ്റേതിന് എന്തോ ഒരു എറർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഡിലീറ്റ് ചെയ്തിട്ട് പുതിയത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് പെട്ടെന്നൊന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുള്ള എല്ലാ ക്രാഫ്റ്റ് ഐഡിയാസും കാണാത്തവരൊക്കെ കണ്ടു നോക്കാം കേട്ടോ. എന്നിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരും വരെ എല്ലാവർക്കും നന്ദി. താങ്ക്